ഹായ്, എൻ്റെ പേര് ജോബിൻ. ഞങ്ങളിപ്പോൾ കൊക്കോഫൈ തുടങ്ങിയിട്ട് ഒരു 20 ദിവസമായി. 20 ദിവസം ഞങ്ങൾ മെയിനായിട്ട് കൊക്കോഫൈ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡോണറ്റ്സും ബണ്ണും അതാണ് ഞങ്ങൾ മെയിനായിട്ട് സെല്ല് ചെയ്യണത്. അപ്പോൾ ബണ്ണാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ബണ്ണിനകത്ത് ചോക്ലേറ്റ് ഫിൽഡ് ചെയ്തിട്ട് ഞങ്ങൾ ആ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യും. അതിവിടെ സെർവ് ചെയ്യണമെന്ന് വെച്ചാൽ ചൂടാക്കിയിട്ടാണ് ഞങ്ങളിവിടെ സെർവ് ചെയ്യണത്. പിന്നെ ഡോണറ്റും അതേപോലെ തന്നെ ഡോണറ്റിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കിക്കാറ്റ് ഡോണറ്റാണ്. അപ്പോൾ അതും ഞങ്ങൾ എന്താണെങ്കിലും കൊടുക്കുന്നതെല്ലാം ചൂടാക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രൗണീസും മൊജിറ്റോസുമാണ്. ഇത്രയാണ് ഞങ്ങൾ ചെറിയൊരു മെനു ആണ്. പിന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്തിട്ടത് ഞങ്ങളൊരു ഷോപ്പിലേക്ക് പോകാണ്ട് ചെറിയൊരു കൗണ്ടർ മാത്രമാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കൊക്കോഫൈ എന്നുള്ളൊരു ബ്രാൻഡ് തുടങ്ങുന്നത്. ഫ്യൂച്ചറിൽ ഞങ്ങൾ സെയിൽ വന്നെങ്കിൽ മാത്രമേ ഞങ്ങളൊരു ഷോപ്പിലേക്ക് മാറുള്ളൂ. ഡയറക്റ്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പോകാണ്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി വെച്ചതാണ് കൊക്കോഫൈ. ഇതിനകത്ത് തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ചോക്ലേറ്റ് ലവേഴ്സ് ആയിരിക്കുള്ളൂ. അതായത് ചോക്ലേറ്റിനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ ഇതിനകത്തേക്ക് വരാറുള്ളൂ. പൊതുവേ നമുക്ക് തന്നെ കസ്റ്റമേഴ്സ് പറയണത് ചോക്ലേറ്റ് കഴിക്കാറില്ല, ഡയറ്റാണ്, അത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ അവോയ്ഡ് ചെയ്ത് പോണത്. ചോക്ലേറ്റ് അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് ട്രൈ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മളൊരിക്കലും ഇത് ബ്രാൻഡിങ് ആക്കിയിട്ടില്ല. ബ്രാൻഡിങ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് സ്പീഡി ബ്രാൻഡിങ് ചെയ്യാണ്ട് പയ്യെ കൊണ്ടുവന്നാലേ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് സെയിൽ ഉണ്ടാവും, പിന്നെ ഫ്യൂച്ചറിലേക്ക് സെയിൽ കുറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പയ്യെയാണ് ബ്രാൻഡിങ് ചെയ്യണത്. പിന്നെ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി, അതായത് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടത്തി നോക്കി. അപ്പോൾ അവർ പറയണ എമൗണ്ട് നമുക്ക് എന്താണെങ്കിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് നമ്മളെന്ന് വെച്ചാൽ ഒരു ബിഗിനറാണ്. സ്റ്റാർട്ടപ്പായിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ ഒരിക്കലും ഇത്രയും വലിയ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ ഓരോ വീഡിയോസ് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് എടുത്തിട്ട് മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളും കഴിക്കണതിൻ്റെ ഓരോ വീഡിയോസും പല ആംഗിളിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മുടെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിലിടും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. ചെയ്യിപ്പിക്കാൻ പ്ലാനും ഉണ്ട്. അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പേയ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് അവർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബിസിനസ്സാണ്, നമുക്കും സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അധികം പേയ്മെൻറ്റ് കൊടുക്കാണ്ട് ഒന്ന് സെറ്റായിട്ട് മാത്രമേ പേയ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഇൻഫ്ലുവൻസറിനെ പിടിക്കാറുള്ളൂ.